ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ വൈകിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്തോ ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നോട് ഞാൻ റെഡി ആവാൻ പറഞ്ഞു. അപ്പോൾ നോക്കും ഫിലിം കാണാൻ പോകാനാട്ടോ. അപ്പോൾ ഡെയിലി റെഡി ആയിട്ടുണ്ട്. ഹെയർ അഴിച്ചിട്ടായിരിക്കും. ഞാൻ പിന്നെ ഹെയർ കെട്ടി വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 10 മണിയുടെ ഷോക്കായിരുന്നു അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അടുത്തൊരു പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ഇരിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്തിയപ്പോഴേക്കും 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തെടുത്തിട്ട് നേരെ പോപ്കോണും വാങ്ങിച്ചിട്ട് സിനിമയ്ക്ക് കയറി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് പേര് മാത്രമേ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷേ പിന്നെ കുറേ പേരായിട്ട് അങ്ങനെ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ബാക്കിലായിരുന്നു കേട്ടോ നമ്മുടെ സീറ്റ് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് അമ്മ പറയായിരുന്നു പണ്ട് ഫിലിം കാണാനായിട്ട് 50 പൈസയും 1 രൂപയും 2 രൂപയൊക്കെ ആയിരുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയായിരുന്നേ. ബെഞ്ചിലിരിക്കാനാണെങ്കിൽ 2 രൂപയും താഴെ തറയിലിരിക്കാനാണെങ്കിൽ 50 പൈസയും എന്നൊക്കെയായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെന്ന്. അങ്ങനെ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനാണെങ്കിൽ ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ ഓണാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും വെയിറ്റിംഗ് ആയിരുന്നു, എങ്ങാനും മിസ്സായി പോകണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടെ നിന്ന്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം ആ ഒരു കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞാനൊരു ബൂസ്റ്റ് പറഞ്ഞു, അമ്മ ഹോർലിക്സും അച്ഛനൊരു കട്ടൻ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക ബൂസ്റ്റിൽ മധുരം ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മളൊരു ഡബിൾ ഓംലെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. അത്രയുള്ള വീഡിയോ. ബൈ.